ഹായ് ഓൾ. ഒരു പരീക്ഷാകാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. എൽ ഡി സി, എൽ ജി എസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷ കഴിഞ്ഞു. ഒരുപാട് പേർക്ക് അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത ആൾക്കാരുണ്ടാവും. എന്നാൽ കുറച്ച് പേർക്ക് അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു എക്സാം ഹാളിലേക്ക് എത്തിയ സമയത്ത് പലർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വളരെ നിരാശരായിട്ട് എക്സാം കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എൽ ഡി സിയുടെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ടെൻഷനിലാവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ആ ഒരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും, അങ്ങനെയുള്ള ടെൻഷൻ പല ആൾക്കാർക്കും ഉണ്ടാവും. സോ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു അഡ്വൈസ് തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഏത് പരീക്ഷയാണോ എഴുതിയിട്ടുള്ളത് ആ ഒരു പരീക്ഷ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ OMR നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞു. അത് നിങ്ങളുടെ ആ എക്സാം മീൻസ് നിങ്ങളുടെ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നിങ്ങൾ ലിസ്റ്റിൽ കയറും, അങ്ങനെ അതെല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇനി മുന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് മുന്നിലുള്ള നല്ലൊരു അവസരമാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റന്റ് ടൈം കീപ്പർ, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ നല്ല നല്ല പോസ്റ്റുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എഴുതിയ എക്സാം നിങ്ങളുടെ അത് അവിടെ എൻഡ് ചെയ്തു, ആ ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞു, നിങ്ങളുടെ ആ ഒരു പേപ്പർ കൊടുത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പ്രധാനമായിട്ടും 10th പ്രിലിംസ് എക്സാം ഫോക്കസ് ചെയ്യുക. ഈ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ക്വാളിഫൈങ് എക്സാം ആണ് എഴുതാൻ പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം എൽ ഡി സി എൽ ജി എസിന് എന്തുണ്ടായിരുന്നില്ല, പ്രിലിംസ് ഉണ്ടായിരുന്നില്ല, ഒറ്റഘട്ട പരീക്ഷയായിരുന്നു. അവിടെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, നല്ല റാങ്കിലേക്ക് എത്തിയാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്കിൽ എത്തണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 10th പ്രിലിംസ് ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഇവിടെ നിശ്ചിത കട്ട് ഓഫ് കടന്ന എല്ലാവരും എന്താണ് മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാണ്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ? ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കൂടെ എന്താണ് ആ ഒരു റിലാക്സ്. ഓൾറെഡി നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കുന്നുണ്ടാവാം അല്ലേ? അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചെങ്കിൽ നിങ്ങൾക്കൊരു റിലാക്സ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും എൽ ഡി സി എഴുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഒരു 10th പ്രിലിംസ് സിലബസിലോട്ട് വരുന്ന സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഇല്ല, കേരള ഗവേണൻസ് ഇല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മലയാളമോ ഇംഗ്ലീഷോ നമ്മുടെ 10th പ്രിലിംസ് എക്സാമിൽ വരുന്നില്ല. എന്നാൽ നിങ്ങൾ കുറച്ച് PYQs നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിലെ ആ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും മറ്റുള്ള ടോപ്പിക്സ് ആയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിലെ ഓരോ സെക്ഷൻസിൻ്റെയും PYQs നോക്കിക്കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ റൗലറ്റ് ആക്ട്, ചമ്പാരൻ സത്യാഗ്രഹം, അല്ലെങ്കിൽ 1857 കുറച്ച് നേതാക്കന്മാർ, ഇത് നിരന്തരമായിട്ട് ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് PYQs ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ്. അതായത് എൽ ഡി സി എൽ ജി എസ് എക്സാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പല ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും അതിനെക്കുറിച്ച് വെറിയാവുന്നുണ്ടാവും. കാരണം പല ജില്ലകളുടെയും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ജില്ലയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിരുന്നിട്ട് പഠിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ വന്ന് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എക്സാമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നിങ്ങളിനി ലിസ്റ്റിൽ പെടുമോ ഇല്ലെന്ന് മാത്രമേ അവിടെ ഇനി എന്തുള്ളൂ, ആ ഒരു പോയിന്റ് മാത്രമേ പ്രസക്തിയുള്ളൂ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വെറിയാവാതെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വരുന്ന അവസരങ്ങൾ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പം 6 മാസം കൊണ്ട് ലഭിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് എന്താണ് 4-5 വർഷങ്ങൾ പ്രിപ്പയർ ചെയ്ത് ജോലിയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ടാവും. സോ അതൊക്കെ അവരുടെ ലെക്കും പിന്നെ ആ പ്രിപ്പറേഷൻ്റെ അതുപോലെ ആ ഒരു ടൈം, ആ ഒരു 1.5 മണിക്കൂർ എക്സാം ഉള്ള 1.5 മണിക്കൂർ ആ ഒരു എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നേരിട്ടോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ തളരാതെ എന്ത് ചെയ്യുക, പിന്നിലുള്ള കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട. വരാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാം, വിവിധ കാറ്റഗറി എക്സാമിലേക്കുള്ള അതിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു മെയിൻസ് ക്വാളിഫൈ ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പഠിത്തം കൊണ്ടുപോവുക. ഓക്കെ, പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇനി മുന്നിലുള്ള കാര്യത്തെക്കുറിച്ച്, അതായത് 10th പ്രിലിംസ് എക്സാമിനെ കുറിച്ച്
അതിൽ പറയാനുള്ളത് പ്രധാനമായിട്ടും ആ എക്സാമിൻ്റെ ആ ഒരു സാധ്യത അതെങ്ങനെയാണ്, അതിൻ്റെ ആ എക്സാം എങ്ങനെയാണ്, പ്രധാനമായിട്ടും അതൊരു ക്വാളിഫൈങ് എക്സാം ആണ് അല്ലേ. കാരണം ഒരു കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റോടെ പഠിക്കുക. PYQ ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ലെവൽ ഓരോ 2021 തൊട്ടുള്ള പ്രിലിംസിന്റെ PYQs കൂടുതൽ അനലൈസ് ചെയ്ത് പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ 10th പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ട് ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബർ 28-നാണ് ആദ്യ ഫേസ്. മറ്റുള്ള ഫേസുകാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള, വരാൻ പോകുന്ന 2, 3, 4 ഘട്ടങ്ങളൊക്കെ എഴുതാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ച് തന്നെയായിരിക്കും. അതിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് PYQs അനലൈസ് ചെയ്തിട്ട് നല്ലൊരു മാർക്കിലേക്ക്, ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മുന്നിലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ബോധവാന്മാരായിരിക്കുക. നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുന്നിലൊരു അവസരം കിടക്കുന്നുണ്ട്, അത് യുക്തിപരമായിട്ട് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ 10th പ്രിലിംസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ മറ്റ് PSC പരീക്ഷകളെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.